ചേമ്പ് കൊണ്ടൊരു ചോപ്സ് ആയാലോ? അതെ, നമ്മൾ ചിക്കൻ വെച്ചിട്ട് നോൺ വെജും ഒക്കെ വെച്ചിട്ട് ചോപ്സ് തയ്യാറാക്കാറുണ്ട്. എന്നാൽ നമ്മൾ വെജിലൊരു ഒരു ചേമ്പ് വെച്ചിട്ടായാലോ? വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ആദ്യം നമ്മൾ ചേമ്പൊന്ന് കുക്കറിലാക്കി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചെറിയ ഉള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. പിന്നെ മല്ലിയില എന്തായാലും ചേർക്കുക. മല്ലിയില ഇഷ്ടം അല്ലെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാവൂ. പിന്നെ കറിവേപ്പില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ അതുപോലെ തന്നെ വറ്റൽമുളക്. ഈ വറ്റൽമുളകിന് എരിയില്ല, അതുകൊണ്ട് നിങ്ങൾ എരിയില്ലാത്ത വറ്റൽമുളക് എടുക്കുക. വറ്റൽമുളക് ഇല്ലെങ്കിൽ എരിയില്ലാത്ത മുളക് പൊടി. പിന്നെ സ്പൈസസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കുരുമുളകോ അല്ലെങ്കിൽ എരിവുള്ള മുളകോ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ചേമ്പ് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ നോർമൽ മസാലകളൊക്കെ ആയ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ മീറ്റ് മസാലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മസാലയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പുളിക്ക് വേണ്ടി ഞാനൊരു ശകലം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം നമ്മൾ നാരങ്ങ നീരോ അതല്ല നമ്മളിത് പേസ്റ്റ് ആക്കില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ ശകലം പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ പുളിക്ക് വേണ്ടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഇഷ്ടമാണെങ്കിൽ. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ രീതിയിലല്ല, ആ മസാലയൊക്കെ അത്യാവശ്യം നല്ലതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം. കാരണം നമ്മളുടെ ചേമ്പ് നല്ല രീതിയിൽ കുക്കായതാണ്. അപ്പം മസാലയൊക്കെ പിടിച്ച് അതെല്ലാം കൂടി ഒന്ന് സെറ്റായാൽ മാത്രം മതിയാകും. അത് നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് എണ്ണ ഒഴിച്ചും അതല്ലാതെ നമുക്ക് എണ്ണ കുറച്ചൊഴിച്ചും രണ്ട് രീതിയിലും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റൊക്കെ ആയി വരുമ്പോൾ ഈ ഒരു രീതിയിൽ എണ്ണയൊക്കെ നല്ലപോലെ നമുക്ക് തെളിഞ്ഞ് കിട്ടും. ഇതാണെങ്കിൽ ഞാൻ എണ്ണയില്ലാതെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താണ്. രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കി. ടേസ്റ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചോപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലൂടെ കുറച്ച് നാരങ്ങ നീരും സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്